ഷിരൂരിലെ ദൗത്യത്തിൽ ചില പുരോഗതിയുണ്ട്. ഇപ്പോൾ നേരത്തെ ആ വാഹനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില ലോഹഭാഗം കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അത് വിശദീകരിക്കുന്നതിനിടെയാണ് നാവികസേന ഉദ്യോഗസ്ഥർ ഒരു കയറിൻ്റെ ഭാഗം മനാഫിൻ്റെ കയ്യിൽ കൊടുത്തത്. അത് ആ മനാഫിൻ്റെ അർജുൻ ഓടിച്ച ലോറിയിൽ തടി കെട്ടിയ ഒരു കയറിൻ്റെ ഭാഗം തന്നെയായിരുന്നു എന്ന് അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അത് ഈ പുഴയുടെ ആഴങ്ങളിൽ ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ്. നാവികസേനാംഗങ്ങൾ അവിടേക്ക് മുങ്ങിയ ഘട്ടത്തിൽ അതിൽ നിന്ന് മുറിച്ച് ഒരു ഭാഗമാണ് മനാഫിൻ്റെ കയ്യിൽ നൽകിയത്. അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ ലോറിയുടെ ചില ഭാഗങ്ങളോ അതിൻ്റെ അതിൽ തടി കെട്ടി ഉറപ്പിക്കാൻ സൂക്ഷിച്ച കയറോ അതിൻ്റെ വീൽ ജോക്കി അടക്കുന്ന ഭാഗം അതൊക്കെ ഈ പുഴയിൽ നമ്മൾ ഈ തെരച്ചിൽ നടത്തുന്ന ഈ മേഖലയിലുണ്ട്. അതൊക്കെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അവിടെ മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ടാകാനുള്ള സാധ്യത, അതിലേക്ക് തന്നെയാണ് ഈ തെരച്ചിലിൽ കിട്ടുന്ന വിവരങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നിപ്പോൾ നാവികസേനയും ഈശ്വർ മാൽപ്പയും പറയുന്നത് ആ പുഴയുടെ ആഴങ്ങളിൽ വലിയ തോതിൽ മണ്ണും കോൺക്രീറ്റും കല്ലും പാറകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതൊരു വലിയ കട്ടി കൂടിയ മിശ്രിതമായി പുഴയുടെ അടിത്തട്ടാകെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അത് നീക്കം ചെയ്യുക എന്ന അസാധ്യമാണ്. അപ്പോൾ അതിന് ഡ്രഡ്ജ് ചെയ്ത് അതൊഴിവാക്കുക മാത്രമേ പ്രായോഗികമായി പറ്റൂ. അപ്പോൾ അതിന് ഡ്രഡ്ജർ അവിടെ എത്തിക്കണം. അതേതായാലും ഉടൻ പറ്റില്ല. അപ്പോൾ ഇന്നത് നടക്കില്ല. നാളെ സ്വാതന്ത്ര്യദിനമാണ്, നാളെയും നടക്കില്ല. മറ്റന്നാൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോൾ കൂടുതൽ തെരച്ചിൽ നാവികസേന ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടത്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ അവിടെ നിന്നോ? പോയാൽ ഇതാണ് ഇപ്പോൾ ഇത് അവസാനമായി ആ നാവികസേന കണ്ടെത്തിയിട്ടുള്ള രണ്ട് വസ്തുക്കൾ. അതായത് ഒന്ന് ഈ കയറാണ്. ആ കയറ് നിലവിൽ ഇപ്പോൾ ഈ ലോറിയിൽ തടി കെട്ടിയതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ വലിയ ലോഹഭാഗമാണ്, വലിയ ഭാരമുള്ള ലോഹഭാഗമാണ്. അത് നമുക്കങ്ങനെ ഉയർത്താൻ സാധിക്കില്ല. അതാണ് കണ്ടെത്തിയിട്ടുള്ള രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത്. അത് പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു പുതിയ ഒരു മെറ്റൽ ഭാഗമാണെന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നാം. അത് മനാഫ് ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് നിലവിൽ എന്തായാലും ഈ ട്രക്കിൻ്റേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു വലിയൊരു ലോഹഭാഗമാണ്, ഒരു വലിയ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയത് പോലുള്ള അതല്ല, കുറച്ചുകൂടി വലിയ ലോഹഭാഗം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ കയറാണ്. കയർ എന്തായാലും നിലവിൽ ഇപ്പോൾ മനാഫ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഒന്നുകൂടെ അത് കണ്ടാൽ ഇതുണ്ട്. കയറ് നിലവിൽ നമുക്കത് മുറിച്ചെടുത്തത് പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നാം. കൃത്യമായ ഒരു മുറിച്ചെടുത്തൊരു രൂപമാണ് അതിനുള്ളത്. അത് അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ മനാഫ് ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെ മുറിച്ചെടുത്തതാണെങ്കിൽ അത് എവിടെ നിന്ന് മുറിച്ചെടുത്തു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ നിലവിൽ കയർ കണ്ടെത്തിയതും ഈ ലോഹഭാഗം കണ്ടെത്തിയതും രണ്ട് സ്പോട്ടിൽ നിന്നാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോഹഭാഗം കണ്ടെത്തിയത് ആ ചായക്കടയോട് ചേർന്ന ആ ഭാഗത്ത്, അതായത് ഇന്നലെ ഈ വീൽ ജാക്ക് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള ആ കരയോട് ചേർന്ന ഭാഗത്ത് നടത്തിയ തെരച്ചിലാണ് ഈ ലോഹഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഈ കയർ കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു സ്പോട്ടിൽ നിന്നാണ് നാവികസേനയിൽ നിന്ന് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ അവർ അത് ഔദ്യോഗികമായ അത്ര എന്തെങ്കിലും ഒരു വിവരം, അതൊരു രഹസ്യ സ്വഭാവം അത്തരം തെരച്ചിലുകൾ അവർ പുലർത്തുന്നുണ്ട്. നിലവിലിപ്പോൾ വീണ്ടും അവർ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഗംഗാവലി പുഴയിൽ ഒരു ബ്രേക്കിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള തെരച്ചിൽ നടപടികളാണ് നിലവിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. NDRF സംഘവും ഉൾപ്പെടെ അവരുടെ 2 ബോട്ടുകളിലായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. ഈശ്വർ മാൽപ്പ ഉൾപ്പെടെ നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൗത്യം ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ സജീവമാകുന്നുണ്ട്. അപ്പോൾ പോലും നമുക്കറിയാം, വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇതൊക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആത്യന്തമായി നമുക്ക് കണ്ടെത്തേണ്ടത് ആ ട്രക്കാണ്. ആ ട്രക്കിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണ് അർജുന് സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ആത്യന്തികമായിട്ട് ലക്ഷ്യം. പക്ഷെ അതിലേക്കുള്ള അല്ലെങ്കിൽ ഒരു സൂചന അല്ലെങ്കിൽ അത്തരം ദൗത്യത്തിലേക്കുള്ള ഒരു പടി എന്നൊക്കെ നമുക്കിതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ അത്തരം ദൗത്യത്തിലേക്ക് എത്തണമെങ്കിൽ നിലവിൽ ഇപ്പോൾ തിരച്ചിലിന് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മൺകൂമ്പാരം, അതോടൊപ്പം തന്നെ ഈ വലിയ കല്ലുകളും മരാവശിഷ്ടങ്ങളൊക്കെ ഇതിനടിയിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്നു എന്ന് ദൗത്യ സംഘാംഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഡ്രഡ്ജർ
യന്ത്രം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം നിലവിലിപ്പോൾ പാതി വഴിയിലാണ്. അതായത് ഇപ്പോൾ ഗോവയിൽ നിന്ന് ഗോവ പോർട്ടിൽ നിന്ന് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലും സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് എപ്പോഴത്തേക്ക് ഡ്രഡ്ജർ എത്തും എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. അതിൽ നാളെ ഇപ്പോൾ അവധിയാണ്, ഓഫീസ് സംവിധാനങ്ങളൊക്കെ അവധിയാണ്. അപ്പോൾ നാളെ എന്തായാലും അത് നടക്കില്ല. മറ്റന്നാളേക്ക് എത്തിക്കാനുള്ള നീക്കം വളരെ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാർവാർ MLA യും ജില്ലാ ഭരണകൂടവും ഒക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് അത് എത്രത്തോളം അത് മറ്റന്നാളേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. നാളെ എന്തായാലും തെരച്ചിലില്ല. അരുൺ പൂപ്പറമ്പയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുഴയിൽ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നാവികസേനയുടെ ഭാഗത്ത് നിന്ന്, NDRF സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനം അർജുന്റെ ലോറിയിൽ തടി കെട്ടിയിരുന്ന കയർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മനാഫ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇനി കൂടുതൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പോയിന്റിൽ കൂടുതലായി തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാനം.